എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും പോളിംഗ് 60% മുകളിൽ. പശ്ചിമബംഗാളിൽ വ്യാപകാക്രമം. CPIM PB അംഗം മുഹമ്മദ് സലീമിന് നേർക്ക് വെടിവയ്പ്. തൃണമൂൽ കോൺഗ്രസ് ബൂത്ത് പിടിച്ചെന്ന് BJPയും പരാതി നൽകി. ശ്രീനഗറിൽ തെരഞ്ഞെടുപ്പിനോട് തണുത്ത പ്രതികരണം. രണ്ടാം ഘട്ടത്തിലും പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കി. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വാഹനത്തിലും സംശയാസ്പദമായ പെട്ടി ഉണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. BJP ഇതര പാർട്ടികളെ ആദായനികുതി വകുപ്പിനെ ഉപയോഗിച്ച് ലക്ഷ്യം വെക്കുന്നുവെന്നും ആക്ഷേപം. RSSനെ വിമർശിക്കുന്ന പ്രസംഗങ്ങൾ സംപ്രേഷണം ചെയ്യാനാകില്ലെന്ന് ദൂരദർശൻ. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസ്. മതസ്പർദ്ധ വളർത്തിയെന്ന് FIR. കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസന. ഭീകരാക്രമണ കേസ് പ്രതി പ്രഗ്യാ സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിനിടെ BJP വക്താവിന് നേർക്ക് ചെരുപ്പേറ്. ആലുവയിൽ 3 വയസ്സുകാരിയെ മർദ്ദിച്ച് മൃതപ്രായയാക്കിയതിന് അമ്മ തന്നെ. കുട്ടിയുടെ നില അതീവ ഗുരുതരം. അമ്മ അറസ്റ്റിൽ. കാസർകോട്ട് നിന്ന് അമൃത ആശുപത്രിയിൽ എത്തിച്ച നവജാത ശിശുവിന്റെ ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണം. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. നാളെ ദുഃഖവെള്ളി. പ്രസംഗത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. CPIM നേതാവ് V ശിവൻകുട്ടി നൽകിയ പരാതിയിൽ ആറ്റിങ്ങൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തി വർഗീയ ചേരുതിരിവിനിടയാക്കി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. ബാലാക്കോട്ട് വിഷയം ഉന്നയിച്ച് ശ്രീധരൻപിള്ള ആറ്റിങ്ങലിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പ്രകാശന ചടങ്ങിനിടെയായിരുന്നു വിവാദ പരാമർശങ്ങൾ. ബാലാക്കോട്ടിൽ കൊല്ലപ്പെട്ടവരുടെ മതവും ജാതിയും വെളിപ്പെടുത്തണമെന്നാണ് CPIM-ഉം കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. ഇസ്ലാം ആകണമെങ്കിൽ ചില അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ, വസ്ത്രം മാറ്റി നോക്കിയാലേ അത് കണ്ടുപിടിക്കാൻ കഴിയൂ എന്നായിരുന്നു പിള്ളയുടെ പരാമർശം. പ്രസംഗത്തിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും CPIM-ഉം അന്നു തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് V ശിവൻകുട്ടി ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയത്. ശിവൻകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കലാപത്തിനുള്ള ശ്രമം, വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള നീക്കം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടി. പീപ്പിൾസ് റെസ്പോൺസിബിലിറ്റീസ് ആക്ട് പ്രകാരം ഇലക്ഷൻ കമ്മീഷനും പ്രസംഗത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. പരാതിയിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ 22-ന് ഹൈക്കോടതിയെ അറിയിക്കും. ശ്രീധരൻപിള്ളയെ ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം താൻ പ്രസംഗിച്ചത് തീവ്രവാദികളെ കുറിച്ചാണെന്നും മുസ്ലിങ്ങൾക്കെതിരെ അല്ലെന്നുമാണ് ശ്രീധരൻപിള്ളയുടെ വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച വരെയാണ് പരസ്യ പ്രചാരണത്തിന് സമയം ഉള്ളത്. ഇതിനിടയിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറിമറിയുകയും രൂക്ഷമായ വാക്പോരാട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. വിദ്വേഷം വിതച്ച് അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്ന പരീക്ഷണം കൂടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടവുമാണ്. ഈ ചർച്ചയിൽ ശ്രീ എൻ മാധവൻകുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ പ്രസീദ് ദാസ് BJP, ശ്രീ എൻ ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ അജയ് തറയിൽ കോൺഗ്രസ് നേതാവ് തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ പ്രസീദ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷന് നേർക്കാണ് ഇപ്പോൾ മതസ്പർദ്ധ ഉണ്ടാക്കി, വർഗീയ ചേരിതിരിവുണ്ടാക്കി തുടങ്ങിയ വകുപ്പുകളാൽ കേസെടുത്തിരിക്കുന്നത്. ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉന്നതനായ വ്യക്തിത്വമാണ്, ഉന്നത പദവി വഹിക്കുന്ന ആളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ തന്നെ ഇങ്ങനെ ഒരു കേസ് വരിക എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ഏത് നിലയ്ക്കാണ് മനസ്സിലാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങേയറ്റം കലുഷിതമാക്കാൻ ഏത് നില വരെയും പോകും എന്നുള്ളതാണോ? ശ്രീധരൻപിള്ള സാറിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് തന്നെ വളരെ വ്യക്തമാക്കി നമുക്ക് മുന്നിൽ തരുന്നൊരു ചിത്രം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പക്ഷപാതപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുടെ മറ്റൊരു ഉദാഹരണം മാത്രമായിട്ടാണ് നമുക്ക് ഈ കേസെടുത്തതിനെ കാണാൻ സാധിക്കുന്നുള്ളതാണ് BJP വിലയിരുത്തുന്നത്. കാരണം ഇവിടെ സ്ത്രീക്കെതിരെ നടത്തിയ പരാമർശത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ LDFനെതിരെ ഒരു ആക്ഷനും സ്വീകരിക്കാൻ തയ്യാറാവാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാവുന്നത് വ്യക്തമാകുന്നത് പക്ഷപാതകരമായ തെരഞ്ഞെടുപ്പ്. അല്ല, ഇവിടെ ഈ മതവിദ്വേഷം ഉണ്ടാക്കി എന്നുള്ള വകുപ്പ് സ്പെസിഫിക് ആയി ചുമത്തി കേസെടുക്കുകയാണ്. മുൻപ് ഇപ്പോൾ LDFന്റെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് പരാമർശം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെതിരെ ശാസന പുറപ്പെടുവിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇവിടെ പക്ഷേ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി, ഒരു ലോ ആൻഡ് ഓർഡർ ക്രൈസിസ് ഉണ്ടാക്കുന്ന വിധത്തിൽ സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ഒരു നേതാവിൽ നിന്ന്, അത് X or Y എന്നുള്ളതല്ല പ്രശ്നം, ഒരാളിൽ നിന്നും ഉണ്ടാവുന്നു. അവിടെ ഒരു കേസ് വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമാണല്ലോ. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം അഭിപ്രായപ്പെട്ടത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് ശ്രീധരൻപിള്ള സാർ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ആ പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന വസ്തുതയാണ്. ആ നിലയ്ക്ക്
അദ്ദേഹം മതസ്പർദ്ധ ഉളവാക്കുന്ന രീതിയിൽ എന്തെങ്കിലും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ കാണാൻ സാധിക്കുമെന്ന് BJP ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ശരി, ശ്രീ N. മാധവൻകുട്ടി, ഇനി തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളം പോലെ ഒരു സ്ഥലത്ത് ഉത്തരേന്ത്യൻ മോഡൽ വർഗീയ പ്രഭാഷണമോ വർഗീയ പ്രസംഗമോ ഒക്കെ നടത്തുക വഴി, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ നടത്തുക വഴി എന്താണ് ലക്ഷ്യമിടുന്നത്? അത് കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണോ ഈ പറയുന്ന ധ്രുവീകരണം? നടക്കുന്ന കാര്യമാണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയുകയില്ല. പക്ഷെ അതിനുള്ള ശ്രമം നടക്കുന്നു. അത് കൃത്യമായിരുന്നു. RSS BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കടന്നു കയറുന്നതിനുള്ള അവസാനത്തെ ഒരു തുരുപ്പ് ഷീട്ട് പോലെയാണ് അയ്യപ്പൻ്റെ പ്രശ്നം ഇന്ത്യയിൽ ഉന്നയിച്ചത്. അതിനോട് വളരെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് മോഡി RSSൻ്റെ വളരെ അതിവൈകാരികമായിട്ടുള്ള ഈ അതിദേശീയ തീവ്രദേശീയതയുടെയും ഇത്തരത്തിലുള്ള പട്ടാളത്തെയും ഇന്ത്യയുടെ സൈനിക സ്ഥാപനങ്ങളുടെയും ദുരുപയോഗത്തും, അതും ഈ അയ്യപ്പൻ്റെ പേരിലുള്ള ഈ വിശ്വാസത്തിൻ്റെ പേരിൽ നിന്ന് കേരളത്തിൽ നടന്ന അക്രമ രാഷ്ട്രീയത്തിന് ഉള്ള ഒരു മറ പോലെ ഇതിനെ സംയോജിച്ച് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ വാസ്തവത്തിൽ കേരളത്തിൽ നടക്കുന്ന പരീക്ഷണശാലയിൽ സംഭവിക്കുന്നത് RSS BJPയുടെ നേതൃത്വ തലത്തിൽ തന്നെ മോഡിയും അമിത്ഷായും RSSൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി നടത്തുന്ന തികഞ്ഞ ഫാസിസ്റ്റ് ഹിന്ദുത്വ രാഷ്ട്രീയ പ്രചരണത്തിന് ഒരു താങ്ങുപോലെ, അതിനിടയിൽ കേരളത്തെയും ആ ചളി പിടിച്ച മുഖ്യധാരയിലേക്ക്, വർഗീയ മുഖ്യധാരയിലേക്ക് കേരളത്തിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയത്തെയും ജനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെയും കൊണ്ടുപോകുന്നുള്ള ഹീനമായ ശ്രമമാണ് ശ്രീധരൻപിള്ളയുടെ പ്രസംഗം. കാരണം അതൊരു കേട്ടാലറയ്ക്കുന്നത് മാത്രമല്ല, പറയാനിറയ്ക്കുന്ന വൃത്തികേടാണ് മലയാളികളുടെ ഇടയിൽ. അതാണ് പറഞ്ഞത്. ശരി, ശ്രീലാൽ കുമാർ, നോക്കൂ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കലുഷിതമായ പ്രചാരണ സാഹചര്യം ഉണ്ടായത് തന്നെ ഇവിടെ ഒരു ത്രികോണ മത്സരമുണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിനു കൂടിയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഇല്ലെങ്കിലും 5 or 6 മണ്ഡലങ്ങളിലെങ്കിലും അങ്ങനെ ഒരു പ്രതീതി വന്നിട്ടുണ്ട്. കേരളത്തിൽ സാധാരണഗതിയിൽ ബൈപോളാർ പൊളിറ്റിക്സ് ആണ്. 2 മുന്നണികളാണെങ്കിലും ഏതാണ്ട് 2 പാർട്ടി ഡെമോക്രസി എന്നുള്ളതുപോലെ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ എക്കോ സിസ്റ്റമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എങ്കിൽ ഇതാ ഞങ്ങളുമുണ്ട് എന്ന് BJP വളരെ വ്യക്തമായി പറയുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. മുൻപത് തിരുവനന്തപുരത്ത് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെ അല്ലാത്ത ഒരവസ്ഥ നമ്മൾ കാണുന്നു. ഇതിൻ്റെ ആനുകൂല്യ മാർക്ക് എന്നുള്ളത് തീർച്ചയായും നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേ മനസ്സിലാവൂ. എങ്കിലും ഈ പ്രവണതകളും ഈ സൂചനകളും വായിച്ചാൽ താങ്കൾ എന്ത് മനസ്സിലാക്കും? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. BJPയുടെ വളർച്ച അത് അതിശക്തമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൺസീഡ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഒരു മടിയില്ല. അത് BJP വളരുന്ന പാർട്ടി തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെപ്പോഴും ശ്രമിക്കുന്നത് വളരാൻ ഉപയോഗിക്കുന്ന ആയുധം എന്തോ എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. കാര്യം അവരൊരിക്കലും ഒരു നല്ല കാര്യം പറഞ്ഞവരിതുവരെ വളർന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു എക്സാമ്പിൾ എടുക്കുക, ഇന്നത്തെ കേരളത്തിലെ സാഹചര്യം, പൊളിറ്റിക്സ് എടുക്കുക. ഈ പൊളിറ്റിക്സിൽ അവർക്ക് മോഡിയുടെ ഡിമോണിറ്റൈസേഷൻ നല്ലതാണെന്ന് അവർക്ക് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ GST നല്ലതാണെന്ന് അവർ പറയുന്നില്ല, മോഡിജിയുടെ ബേട്ടി ബച്ചാവോ അങ്ങനെയുള്ള സ്കീമുകൾ നല്ലതാണെന്ന് പറയുന്നില്ല. എല്ലാം ഒരു കുന്നിൻ്റെ മണ്ടയിലേക്ക്, ശബരിമലയിലേക്ക് കൊണ്ട് മുട്ടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കണ്ടത്. ഇവർ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഉത്തരവുണ്ടായി, യാതൊരു കാരണവശാലും ശബരിമല വിഷയം പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ്. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് വരാൻ കാരണം ഒരു സുപ്രീം കോടതിയുടെ 7 അംഗ ബെഞ്ചിൻ്റെ വിധി സെക്ഷൻ 123യുമായിട്ട് ബന്ധപ്പെട്ട RPI ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തി വന്ന ഒരു ജഡ്ജ്മെൻറ്റാണ്. ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ആകപ്പാടെ ഹിന്ദു സമൂഹമാണ് ഇവരുടെ വോട്ടേഴ്സ് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. എന്നുവെച്ചാൽ ഹിന്ദു സമൂഹം ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ടുകൾ കിട്ടുന്നവരുണ്ട്. പക്ഷേ എക്സ്ട്രീമായിട്ട് പോളറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉപയോഗിച്ചാൽ മാത്രമേ BJP ഇവിടെ വളരൂ എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ശബരിമല ഫാക്ടർ മാത്രം സംസാരിക്കുന്ന ഏതേലും ഒരു സ്റ്റേജിൽ നല്ല മോഡിജിയുടെ ഒരു 4 കാര്യം പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ 2014 ഇലക്ഷൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ പോസ്റ്ററുകളെല്ലാം നോക്കുക, മോഡിജിയുടെ പടം വലിയതായിട്ട് സിംഹത്തിന്റെ പടങ്ങളൊക്കെ വെച്ചിട്ടുള്ള പടങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇപ്പം മോഡിജിയുടെ പടം കുറഞ്ഞു. കാര്യം മോഡിജിയുടെ പടം വെച്ചാൽ ആക്ച്വലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നെഗറ്റീവ് ക്യാമ്പയിനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പോളറൈസ് ചെയ്യുക, ഹിന്ദു സൊസൈറ്റിയെ പോളറൈസ് ചെയ്യുക, മെജോറിറ്റേറിയനിസം വളർത്തുക, എന്നാൽ മാത്രമേ വിജയിക്കൂ എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. ശ്രീധരൻപിള്ള സാർ നമ്മൾ എടുത്തു നോക്കുക. ശ്രീധരൻപിള്ള സാർ വളരെ മിതഭാഷയായി, വളരെ ലിബറലായിട്ട് കേരള സമൂഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്.
പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴത്തേന് ഇപ്പോഴത്തെ സാഹചര്യം, പണ്ട് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എക്സ്ട്രീം പോളറൈസിങ് സ്റ്റേറ്റ്മെന്റുകൾ പറയാതെ ആ പോസ്റ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത്, ശ്രീധരൻപിള്ള സാറ് കോടതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്, വളരെ കാലിബ്രേറ്റഡ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലില്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കാതെ സംസാരിക്കാൻ കറക്റ്റായിട്ട് ബുദ്ധി ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അത്രയും കോടതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പം അദ്ദേഹം ഉദ്ദേശിക്കാത്തത് പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. വളരെ കൃത്യമായി അദ്ദേഹം ഉദ്ദേശം രാഷ്ട്രീയം വളർത്തുക, ആ രാഷ്ട്രീയ വർഗീയവാദം വളർത്തുക, ആ ന്യൂനപക്ഷത്തെ വളരെ മാർജിനലൈസ് ചെയ്യുന്ന അവസ്ഥയിൽ കൊണ്ടു നിർത്തുക. എന്നാൽ മാത്രമേ മെജോറിറ്റി പോളറൈസ് ചെയ്യൂ. ഇതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സിമ്പിൾ വേർഡിൽ പറയും മെജോറിറ്റേറിയനിസം. മെജോറിറ്റേറിയനിസം ഇസ് ദ ഒൺലി സൊല്യൂഷൻ ഫോർ BJP ടു സർവൈവ് എന്നുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ വിജയിക്കൂ. ഇവിടെ ഈ പൊതുസമൂഹം വിജയിക്കണമെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് പോളറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ശബരിമല അല്ലാതെ വേറെ ഒരു കാര്യം ഇവർ പറഞ്ഞ് മോഡിജിയുടെ നല്ല കാര്യം പറഞ്ഞ് ഇവർക്ക് വോട്ട് പിടിക്കാവോ? ഇവരെ ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ പ്രസീദ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശബരിമല മാത്രമല്ല വിഷയം. ഒന്ന്, PS ശ്രീധരൻപിള്ള പ്രസംഗിച്ചത് ശബരിമല വിഷയത്തെക്കുറിച്ചും അല്ല. അദ്ദേഹം അങ്ങേയറ്റം ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് പ്രസംഗിച്ചത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് അയ്യപ്പൻ എന്ന വിശ്വാസത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളതാണ്. ഇത് കൃത്യമായും മതപരമായ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ്. ഈ ശബരിമല വിഷയത്തിൽ എവിടെയും എങ്ങും ഒരു ഭാഗമാകാത്ത മുസ്ലിമോ മുസ്ലിം ലീഗോ ഒക്കെ കൂടി ഈ നറേറ്റീവിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നാക്കുപിഴയല്ല, കൃത്യമായി പറയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതും താങ്കളിപ്പോൾ സൂചിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത, നമ്മൾ എങ്ങനെ ഈ വാർത്തകളെയും അല്ലെങ്കിൽ നടക്കുന്ന പ്രസംഗങ്ങളെയും നോക്കിക്കാണുന്നു എന്നുള്ള വസ്തുത, അവിടെയാണ് നമ്മളുടെ വ്യത്യാസം സംഭവിക്കുന്നത്. ശ്രീ അമിത് ഷാ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചതിൽ ഞാൻ നേരിട്ട് കേട്ടതാണ്. അവിടെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഭൂരിഭാഗവും അമിത് ഷാ അവതരിപ്പിച്ച കാര്യങ്ങളിൽ കേരളത്തിന് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ലഭിച്ചിട്ടുള്ള വികസന പദ്ധതികളുടെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് ശ്രീ അമിത് ഷാ അവതരിപ്പിച്ചിരുന്നു. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയതാണ്. ഇവിടുത്തെ നേരത്തെ സംസാരിച്ച സുഹൃത്തും ഒക്കെ തന്നെ ശബരിമല മാത്രമേ പറയുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. 64,000 കോടി രൂപ 5 വർഷം കൊണ്ട് കേരളത്തിലെ ഹൈവേകളുടെ വികസനത്തിനായി നരേന്ദ്രമോദി സർക്കാർ മാറ്റിവെച്ചു എന്ന് അമിത് ഷാ പറഞ്ഞ കാര്യം ഇവിടെ വാർത്തയാവുന്നില്ല. അതുപോലെ തന്നെ പാലക്കാട് IIT യാഥാർത്ഥ്യമാക്കുന്നതിന് 1000 കോടി അനുവദിച്ചു എന്നുള്ള അമിത്ഷായുടെ പ്രസംഗത്തിൻ്റെ ഭാഗം ഇവിടെ വാർത്തയാവുന്നില്ല. അപ്പോൾ എന്ത് വാർത്തയാക്കുന്നു എന്നുള്ളത് വാർത്തയാക്കുന്നവരും അതുപോലെ തന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും വരുത്തുന്ന വ്യത്യാസത്തിലാണ് ഇത്തരത്തിൽ ശബരിമല മാത്രമായി തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം ഒതുങ്ങിപ്പോകുന്നത് എന്നാണ് BJP മനസ്സിലാക്കുന്നത്. BJP കൃത്യമായി തന്നെ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളും വികസന കാഴ്ചപ്പാടുകളും ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അത് എല്ലാ പ്രസംഗവേദിയിലും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ വളരെ കൃത്യമായി കേരളത്തിനും വികസന പദ്ധതികൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ കണക്കുകളോടുകൂടി അവതരിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ശരി. അവിടെ ശ്രീ മാധവൻകുട്ടി, ഏത് വിഷയം ഉന്നയിച്ചായാലും BJPയെ സംബന്ധിച്ച് അവർ അവരുടെ സാന്നിധ്യം തെളിയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ പല സർവേകളും പറഞ്ഞത് തിരുവനന്തപുരം, പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിൽ ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള വാദം എന്ന് പറയുന്നത് BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ എന്നുള്ളതാണല്ലോ. BJPയോട് ഏറ്റുമുട്ടി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിച്ചു തരുന്നത് എങ്കിൽ അത് ഇടതുപക്ഷത്തുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമല്ലോ, വലിയ ആഘാതമായിരിക്കില്ലേ? തീർച്ചയായിട്ടും. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അണികളും അതിൻ്റെ അനുഭാവികളും അതിൻ്റെ വോട്ടർമാരും വലതുപക്ഷ തീവ്രവാദ ഫാസിസ്റ്റ് എന്ന് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ഹിന്ദുത്വ ഫാസിസ്റ്റ് അതിനെ ആ പേര് പറയാൻ മടിക്കേണ്ട. കാരണം അതിലേക്ക് പോകുന്നുവെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ലക്ഷണമാണ്. അതിൽ യാതൊരു സംശയവും കാര്യത്തിൽ ഇപ്പോൾ സഖാവ് വീണ ജോർജും സഖാവ് ദിവാകരനും ഒക്കെ ഒരു മോശം പെർഫോമൻസ് ഈ 2 മണ്ഡലങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ത്രിപുരയിൽ ഇപ്പോൾ ഒരു പക്ഷേ അത് 2 മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ച അത്ര തന്നെയുള്ള സാംസ്കാരികമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള അപജയം തന്നെയാണ്. അതിലേക്ക് പോകരുത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയം വിജയിക്കാതിരിക്കാനുള്ള അവസാനത്തെ അതിർത്തി രാജ്യമാണ് കേരളം. അവിടെ നിങ്ങൾ കെ സുരേന്ദ്രനെയും കുമ്മനത്തെയും വിജയിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൻ്റെ ശക്തിയിൽ വിജയിക്കുന്നൊരവസ്ഥ വന്നാൽ
ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം, രാഷ്ട്രീയ സംസ്കാരം, മതനിരപേക്ഷ സംസ്കാരം തകർന്നു എന്നുള്ളത് തന്നെ. അതിൽ നിന്ന് യാതൊരു സംശയവുമില്ല. അല്ല, അവിടെ ഈ പറയുന്ന BJP-യുടെ കാൻഡിഡേറ്റുകൾ, അതിപ്പോൾ കുമ്മനം രാജശേഖരനായാലും K. സുരേന്ദ്രനായാലും തോൽക്കുന്നത് കോൺഗ്രസിനോടാണെങ്കിലോ? അല്ല, അത് ചെറിയ പ്രശ്നമാണ്. അത് ചെറിയ വ്യത്യാസങ്ങളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ RSS കടന്നാക്രമിച്ച് കയറുന്നെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും പരാജയം തന്നെയായിട്ടായിരിക്കും ഒരു ഇടതുപക്ഷ അനുഭാവി കണക്കാക്കുക. അത് മറികടക്കാൻ നാം നിൽക്കും. അതുകൊണ്ട് അതെ, കൂട്ടത്തിൽ ഒഴുകുന്നതിൻ്റെ കൂടെ എല്ലാവരും ഒഴുകുമെന്ന് RSSും BJPയും വിചാരിക്കുകയാണെങ്കിൽ തെറ്റിദ്ധരിച്ചു. ഈ കേരളത്തിലെ മതനിരപേക്ഷ ബുദ്ധിജീവി സാംസ്കാരിക പ്രവർത്തകരെല്ലാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എവിടെയെങ്കിലും RSSന് തോറ്റു എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവരുടെ രാഷ്ട്രീയം മാറ്റാൻ പോകുന്നില്ല. പക്ഷേ അത് വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമായിരിക്കും. കേരളത്തിൻ്റെ പോലെ ഇത് മധ്യപ്രദേശ് പോലെയല്ല. 22% മുസ്ലിങ്ങൾ, 24% ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ തുടങ്ങി താമസിക്കുന്ന വലിയ ചരിത്രമുള്ള മുഗൾ അധിനിവേശത്തിൻ്റെ ചരിത്രമില്ലാത്ത കേരളത്തിൽ അറബികൾ കൊണ്ടുവന്ന, കച്ചവട അറബികൾ കൊണ്ടുവന്ന ഇസ്ലാം നിലനിൽക്കുന്നത്, സെയിൻറ്റ് തോമസിൻ്റെ ശ്ലീഹ കൊണ്ടുവന്ന ക്രിസ്ത്യാനിസം നിലനിൽക്കുന്നുണ്ട്. അവിടെ ഈ RSS BJP ദ്വയത്തെ ഇവിടെ കാലുവയ്ക്കാൻ അനുവദിച്ചാൽ അത് കേരളത്തിൻ്റെ സത്വത്തെ തന്നെ അത് ചോദ്യം ചെയ്യും. അതുകൊണ്ട് വലിയ കുരുക്ഷേത്രം തന്നെയാണ്. ശരി, കുരുക്ഷേത്രമാണ്. ശ്രീ അജയ് തറയിൽ ടെലിഫോണിൽ. ശ്രീ അജയ് തറയിൽ, ഇന്ന് AK ആന്റണി പറയുന്നത് കേട്ടു, തെരഞ്ഞെടുപ്പിലെ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആ അവസ്ഥയിൽ ഇടതുപക്ഷത്തിന് പ്രാധാന്യമില്ല എന്ന്. ഇത് കേരളത്തിനും ബാധകമാണോ? ഇത് കേരളത്തെക്കുറിച്ചാണോ അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് മനസ്സിലായില്ല. നിങ്ങൾ കേരളത്തിലും ഇത് തന്നെയാണോ കാണുന്നത്? ഷാജയ് തറയിൽ ഫോൺ കട്ടായോ എന്ന് സംശയം. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ ലാൽകുമാർ, ഞാനിവിടെ സൂചിപ്പിച്ച കാര്യം, അങ്ങനെ ഒരു രാഷ്ട്രീയം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ? ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് നമ്മൾ 20 സീറ്റ് എടുത്തിട്ട് അതിൽ എത്ര സീറ്റ് LDFന്, എത്ര സീറ്റ് UDFന് എന്നുള്ളതിനപ്പുറത്ത് കേരളം എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ BJP ലോക്സഭയിലേക്ക് ഒന്നിലധികം സീറ്റുകൾ നേടുക എന്നൊരു സെനാരിയോ വരികയും അവിടെ ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്താൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും? ഞങ്ങളാണ് BJPയെ ചെറുക്കുന്നതിൽ മുന്നിൽ, അല്ലെങ്കിൽ ഞങ്ങളാണ് BJPയെ ചെറുത്ത് നിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആ നിലപാടിന് അത് ഏത് നിലക്കുള്ള പ്രഹരമേൽപ്പിക്കും? താങ്കളുടെ കാഴ്ചപ്പാട്? എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LDFന്റെ വോട്ടിനെക്കാട്ടിലും കൂടുതൽ എന്നെ ആശങ്കപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ വോട്ടാണ്. കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിന് പിടിച്ചു നിർത്താൻ പറ്റിയാൽ BJP 1ാം സ്ഥാനത്ത് ഒരിടത്തും വരില്ല. കാര്യം തിരുവനന്തപുരത്ത് യാതൊരു കാരണവശാലും കുമ്മനം ജയിക്കില്ല. കുമ്മനം രാജശേഖരനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായ ഒരു അധിക്ഷേപമുള്ള ഒരാൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ രാഷ്ട്രീയപരമായി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം തോക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസിൻ്റെ തന്നെ നിൽക്കുമോ എന്നുള്ളൊരു സംശയം ഇവിടെ നിൽക്കുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. പിന്നെ നേരത്തെ പറഞ്ഞ വിഷയവുമായിട്ട് ഒന്ന് സൂചിപ്പിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വീണ ജോർജിനെതിരെയാണ് കൃത്യമായ എക്സിറ്റ് പോളിൽ 20% വോട്ടിലേക്ക് അവരെ കൊണ്ട് താത്തുവെച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായി പോയി എന്നുള്ളൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. കാര്യം വളരെ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ വീണ ജോർജിന് 20% സീറ്റ് കിട്ടാൻ 20% വോട്ട് കിട്ടാനൊരു സാഹചര്യം അല്ല അവിടെ ഉള്ളത്. അതിനകത്തൊരു ഈ ചാനലിനെ ഞാൻ അടന്ന് ആക്ഷേപിക്കുന്നില്ല. അതിന് ചാനലുമായിട്ട് ചേർന്ന് നിന്ന് ആരാണോ സർവേ ചെയ്യുന്നത് അവരായിരിക്കുമല്ലോ ഇവിടുത്തെ പ്രശ്നക്കാർ. അവിടെ ഒരു പൊളിറ്റിക്സ് നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇപ്പം അഭിലാഷ് ഒരു സർവേ പുറത്തു വിടുന്നു. അഭിലാഷ് ഈ സർവേയുമായിട്ട് മിക്കവാറും ബന്ധമൊന്നും കാണില്ല. മിക്കവാറും അഭിലാഷ് സംഭവിക്കുന്നത് പുറകെ നിൽക്കുന്ന ആളായിരിക്കും ചെയ്യുന്നത്. അവർ കൊണ്ടുതരുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിങ്ങൾ ഡിസ്കസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ പുറയിൽ ഒരു രാഷ്ട്രീയം നടന്നിട്ടുണ്ട്. വളരെ മാന്യമായി പറയാം, വീണ ജോർജ് അവിടെ ജയിക്കാനുള്ള സാഹചര്യം വരെ ഉണ്ട്. കാര്യം K. സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിച്ചാൽ ഉറപ്പായിട്ടും അവിടെ ജയിക്കാൻ സാധ്യത വീണ ജോർജാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. എന്നോട് തന്നെ വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു, ഒരു 50-നും 100-നും ഇടയ്ക്കുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആര് പത്തനംതിട്ട ജയിക്കും. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടാണ്, ഒറ്റയടിക്ക് വൺ സൈഡഡ് ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റാത്തൊരു ചോദ്യം തന്നെയാണ്. ഒരു കടുത്ത മത്സരം അവിടെ UDFും LDFും BJP പിക്ചറിൽ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. BJP പിക്ചറിലുണ്ട്. അപ്പം അവിടെ ന്യൂനപക്ഷം ചിന്തിക്കുക. ന്യൂനപക്ഷത്തിന് ആവശ്യം യാതൊരു കാരണവശാലും സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തോടാണ് അവർ എൻ്റെ അടുക്ക് ആരാഞ്ഞത്. വാട്ട് ഈസ് മൈ പൊസിഷൻ എന്നറിയാൻ. ആ പൊസിഷൻ സത്യം പറഞ്ഞാൽ
ആ സർവേ വീക്കാക്കി കളഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവർ പറയുന്നു കോൺടെസ്റ്റ് ഇസ് ബിറ്റ്വീൻ BJP ആൻഡ് കോൺഗ്രസ് എന്ന് പറയുമ്പം അത് തെറ്റായിപ്പോയി. കാര്യം യഥാർത്ഥത്തിൽ ഞാൻ ആ ജില്ലക്കാരനാണ്, ഞാൻ ആ ജില്ലയിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ ഏത് സാമ്പിൾ സൈസാണ് എടുത്തത്, എത്ര സാമ്പിൾ സൈസാണ് എടുത്തത്, അതിൻ്റെ സ്പ്രെഡ് എന്താണ്, ഇതിനെക്കുറിച്ച് ഒന്നും വിശദീകരിക്കാതെ ചുമ്മാതെ ഒരു 500 പേരെയോ 1000 പേരെയോ കണ്ടിട്ട് ഒരു 10 ലക്ഷം പേര് വോട്ട് ചെയ്യുന്ന ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 7 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി ചേരുന്ന സ്ഥലത്ത് ചുമ്മാതെ നമുക്ക് പൊട്ടത്താപ്പിന് പറയുന്നത് തെറ്റാണ്. അതിപ്പം ഈ സർവേ എന്നല്ല എല്ലാ സർവേകളും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊന്നും അല്ല വർക്കാകാൻ പോകുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇടതുപക്ഷം 2004 അവർക്ക് പറഞ്ഞ സർവേകൾക്ക് ഘടകവിരുദ്ധമായ റിസൾട്ട് വരില്ല. ഈവൻ 2014 മോഡിജി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ഒറ്റ സർവേ പോലും ഇന്ത്യയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സർവേകൾക്ക് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. അതൊക്കെ നല്ലൊരു ശതമാനം ചവിറ്റുകൊട്ടയിൽ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ത്രികോണ മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വലിയ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലം അത് തിരുവനന്തപുരമാണ്. അത് ഞാൻ കൺസീഡ് ചെയ്യാൻ തയ്യാറാണ്. പത്തനംതിട്ട ത്രികോണ മത്സരമില്ല. BJP നിശ്ചയമായും 3ാം സ്ഥാനത്ത് തന്നെയായിരിക്കും. അത് ഏത് സർവേ കൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, അതാണ് പത്തനംതിട്ടക്കാരനായ താങ്കളുടെ വിലയിരുത്തൽ എന്നുള്ളത് ഗ്രൗണ്ടിൽ നിന്നുള്ള വിലയിരുത്തലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. PS റംഷാദ്, സമകാലിക മലയാളത്തിന്റെ മാധ്യമപ്രവർത്തകൻ, ടെലിഫോണിൽ. ശ്രീ റംഷാദ്, താങ്കളുടെ ടീമിന്റെ ഒരു സർവേ, ഒരു അനാലിസിസ് ഇന്ന് വെബ്സൈറ്റിൽ കണ്ടു, സമകാലിക മലയാളത്തിന്റെ. കേരളത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്? LDFന് ഒരു പക്ഷേ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ നിഗമനങ്ങളുടെ ഒരു അടിസ്ഥാനം എന്താണ്? ശ്രീ റംഷാദ്, കേൾക്കാം. കാര്യം ഞങ്ങളുടെ ഒരു സർവേ അല്ല, ഞങ്ങൾ ഇതിനെ പറയുന്നുണ്ട്, ഒരു ഫലസൂചന റിപ്പോർട്ടാണ്. അതായത് കേരളത്തിലെ 20 മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന പ്രവചന സ്വഭാവമുള്ള ഫലസൂചന റിപ്പോർട്ടാണ്. പ്രവചന സ്വഭാവം എന്ന് പറയുന്നത് വെറുതെ ഒരു ഊഹാപോഹം പ്രചരിപ്പിക്കലല്ല. 20 മണ്ഡലങ്ങളിലെയും അടിസ്ഥാനപരമായി എന്താണ് സംഭവിക്കുന്നത്, രാഷ്ട്രീയ ഡെവലപ്മെന്റ്, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് എന്താണ് എന്ന് അറിയാവുന്ന ആളുകളുമായി ആഴത്തിൽ സംസാരിച്ച്, യാത്ര ചെയ്ത്, നേരിട്ട് സംസാരിച്ച് ഒക്കെ തയ്യാറാക്കിയ ഒരു ഫലസൂചനാ റിപ്പോർട്ടാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നത്. ഫലസൂചനാ റിപ്പോർട്ടുകൾ പ്രവചനമല്ല, മാത്രമല്ല അതിനെ രാഷ്ട്രീയമായി കാണേണ്ടത് എങ്ങോട്ടാണ് കേരളം ചിന്തിക്കുന്നത് എന്നതിന്റെ ഒരു ഇൻഡിക്കേഷനായി കണ്ടാൽ മതി. അത് വസ്തുതകളുമായി, റിയാലിറ്റിയുമായി ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ സംഘപരിവാറും കോൺഗ്രസും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ ഹൈപ്പ്, ഈ ഒരു യഥാർത്ഥമല്ലാത്ത ഈ ഒരു പ്രത്യേക തരത്തിലുള്ള അന്തരീക്ഷം, അത് യഥാർത്ഥമല്ല എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. അല്ല, ഈ അവിടെ ശ്രീ റംഷാദ്, യഥാർത്ഥമല്ലാത്ത ഏത് അന്തരീക്ഷം? BJP കേരളത്തിലൊരു ഫോഴ്സ് ആണ് പല മണ്ഡലങ്ങളിലും എന്നുള്ളത് ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്രതീതി യാഥാർത്ഥ്യമാണോ? അത് അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി യോജിക്കാത്തതാണെന്നാണോ താങ്കളുടെ ടീമിന്റെ നിഗമനം? എന്താണ് താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിൽ കാണുന്നത്? സംസാരിച്ച ആരാണെന്ന് എനിക്ക് പേര് വ്യക്തമായില്ല. പക്ഷെ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്, നിഷേധിക്കാനാവില്ല. പക്ഷേ മറ്റിടങ്ങളിൽ, പത്തനംതിട്ടയും കോട്ടയം അടക്കമുള്ള എറണാകുളവും തൃശ്ശൂരും പാലക്കാടും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിന് പ്രതീതിയുണ്ട്. ഞങ്ങൾ അത് അടുത്തിടക്കം മലയാളം വാരികയിൽ കവർ സ്റ്റോറി ആയിട്ട് തന്നെ എഴുതുന്നുണ്ട്, കൃത്യമായി എന്തുകൊണ്ട് ആ പ്രതീതി എന്നുള്ളതിനൊക്കെ കണക്കുകൾ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. പക്ഷേ ഈ പ്രതീതികളെല്ലാം റിയാലിറ്റി അല്ല, മനസ്സിലാക്കണം. അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ, ത്രികോണ മത്സരത്തിന്റെ ഒടുവിൽ BJPയുടെ നേതാവ് BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 3ാം സ്ഥാനത്ത് വരാൻ പോവാണ്. അതാണ് സത്യം. നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യങ്ങളെ അതിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി കണക്കുകളും വസ്തുതകളും പൾസുകളും പരിശോധിച്ച് എഴുതുമ്പോൾ പറയുമ്പോൾ അതിനപ്പുറത്താണ് യാഥാർത്ഥ്യം എന്ന ഒരു ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ട്. ശരി, ഇനിയിപ്പോ ശ്രീ റംഷാദ്, ഇത് ഹൈപ്പാണ് എന്ന് ഒരു വാദത്തിന് അംഗീകരിച്ചാൽ പോലും കഴിഞ്ഞ തവണ രാജഗോപാൽ 2ാം സ്ഥാനത്ത് വന്ന സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത്. 13,000 വോട്ടിന് മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത് കണ്ടു. തിരുവനന്തപുരം നഗരത്തിൽ BJP ഒരിടത്ത് ജയിച്ചപ്പോൾ 3ഇടത്ത് 2ാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണണമല്ലോ. അപ്പോൾ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെയും 3ാം സ്ഥാനത്ത് പോകും എന്നുള്ള നിഗമനത്തിന്റെ ആധാരം എന്താണ്? പറയാം, തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ തവണ രാജേട്ടൻ, 2 രാജേട്ടന്മാരാണല്ലോ. രാജഗോപാൽ അദ്ദേഹം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നപ്പോഴും 4 മണ്ഡലങ്ങളിൽ, അതായത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, ഈ 4 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വരികയും
നെയ്യാറ്റിൻകര, പാറശാല, കോവളം ഈ 3 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം പോവുകയും ചെയ്താണുള്ള സത്യം. അപ്പൊ ഈ സംഭവം എന്താ വെച്ചാല് രാജഗോപാലിന്റെ വ്യക്തിപ്രഭാവത്തെ നമ്മൾ നിസ്സാരമായി കാണുന്നുണ്ട്. BJP കിട്ടിയ വോട്ടുകളെല്ലാം 2014 രാജഗോപാലിന് കിട്ടിയ വോട്ടുകളെല്ലാം BJPക്കുള്ള രാഷ്ട്രീയ വോട്ടുകളാണെന്ന് കരുതുന്നത് അബദ്ധമായിരിക്കും. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് വലിയ പങ്കുണ്ട്. ഇത്തവണത്തെ വ്യത്യാസം 2016 അസംബ്ലി ഇലക്ഷനിൽ 2014 അസംബ്ലി ഇലക്ഷനിൽ കഴക്കൂട്ടവും വട്ടിയൂർക്കാവും മാത്രമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വന്നത്. ഇത്തവണ കുമ്മനം രാജശേഖരന് രാജഗോപാലിന്റെ വ്യക്തിപ്രഭാവം, സ്വതന്ത്ര മുഖം, നിഷ്പക്ഷ മുഖം, പൊതു സ്വീകാര്യത ഇല്ല എന്ന് വിലയിരുത്തുന്ന ഒരുപാട് ആളുകൾ, എന്റെ അഭിപ്രായം, എന്റെ ആഗ്രഹവുമല്ല, ഒരുപാട് ആളുകൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർമാർക്കിടയിലുണ്ട്. അവരുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ വീഴുന്നത് രാജഗോപാൽ വീണതുപോലെ ഉള്ള വോട്ടുകളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് രാജഗോപാലിനുണ്ടായ തരംഗമായിരിക്കില്ല, രാജഗോപാലിനുണ്ടായ തരംഗമായിരിക്കില്ല കുമ്മനത്തിന് സംഭവിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ മെയ് 23 കാണാൻ പോകുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അതിനെ ഹൈപ്പ് എന്ന അർത്ഥത്തിൽ അവർക്ക് അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ശബരിമല കർമ്മസമിതിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ പ്രചരണങ്ങൾ രാജഗോപാലിന് 1ാം സ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. പക്ഷെ അവിടെ യാഥാർത്ഥ്യം നേരെ തിരിച്ചാവുന്ന റിയാലിറ്റി നമ്മൾ താഴേക്കിറങ്ങുമ്പോൾ മനസ്സിലാവും. അല്ല, അവിടെ ശ്രീ റംഷാദ്, കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം, ശബരിമല പ്രക്ഷോഭം, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ, ശബരിമല കർമ്മസമിതി, NSSന്റെ നിലപാട്, വിശ്വാസത്തെ എതിർത്തവരെ തോൽപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം, ക്രോസ് വോട്ട് ചെയ്യാനുള്ള ചിദാനന്ദപുരി അടക്കമുള്ള ആളുകളുടെ ആഹ്വാനം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ 2014 നിന്ന് വിഭിന്നമായി 2019 സംബന്ധിച്ചുണ്ടല്ലോ. അപ്പോൾ ആ സാഹചര്യം ഒരിക്കലും BJPക്ക് വോട്ടായി ഒരു അഡ്വാൻറ്റേജായി മാറില്ല എന്ന് നമ്മളൊരു നിഗമനത്തിൽ എത്തണം എങ്കിൽ ഈ പറയുന്നത് അതിന് മതിയായ കാരണമാണോ? അഭിലാഷ്, ശബരിമല ഇഷ്യൂ, NSS, ശബരിമല കർമ്മസമിതി, ഇതെല്ലാം BJPക്ക് അനുകൂലമായ ബഹുഭൂരിപക്ഷ വോട്ടായി മാറും എന്ന നിഗമനത്തിൽ നമ്മൾ എങ്ങനെയാണ് എത്തുക? അവിടെ ശശി തരൂരിന്റെ നിലപാട് എന്തായിരുന്നു? UDF നിലപാട് എന്തായിരുന്നു? ശബരിമല പ്രശ്നത്തിൽ UDF നിലപാട് BJPയുടെ അതേ നിലപാടല്ലേ? അപ്പൊ അവരുടെ വോട്ടുകൾ തരൂരിനും പോകില്ലേ? കുമ്മനത്തിന് മാത്രം പോകും, ബഹുഭൂരിപക്ഷം അങ്ങോട്ടാണെന്ന് എങ്ങനെ നമുക്ക് ഏത് അടിസ്ഥാനത്തിൽ നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയും? മറുവശത്ത് ഹലോ ശരി, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ അങ്ങയിലേക്ക് വരാം. ഇതാണ് ഈ മണ്ഡലങ്ങൾ കവർ ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കളുടെ നിഗമനം. ശ്രീ പന്തളം സുധാകരൻ ടെലിഫോൺ. ശ്രീ പന്തളം സുധാകരൻ, കോൺഗ്രസ് എന്താണ് കാണുന്നത്? AK ആന്റണി പറയുന്നു ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരം BJPയുമായിട്ടാണ്, ഇടതുപക്ഷം പ്രസക്തമല്ല എന്ന്. ഇത് കേരളത്തിനും ബാധകമാണോ? ഇവിടെയും ചിലയിടങ്ങളിലെങ്കിലും കോൺഗ്രസ് BJPയെ ആണോ നേരിടുന്നത്? അല്ല, ദേശീയ തലത്തിൽ BJP തന്നെയാണ് നേരിടുന്നത്. കാര്യം BJP അല്ലാതെ മറ്റൊരു പാർട്ടിയെ ഞങ്ങൾ കാണുന്നില്ലല്ലോ. കേരളത്തിൽ സംബന്ധിച്ച് ഞങ്ങളുടെ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു എന്നത് BJP തന്നെയാണ്. കാരണം ഈ 5 വർഷത്തെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഭീഷണിയായിരിക്കുന്ന മോദിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് വയനാട്ടിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ കളിയാക്കുന്നുണ്ടല്ലോ, അത് അടിസ്ഥാനരഹിതമാണ്. എന്തായാലും ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് BJP തന്നെയാണ്. എന്നാൽ കേരളത്തിൽ പിണറായി ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി അത്തരം പരാമർശങ്ങൾ നടത്തേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, തീർച്ചയായും. അല്ല, എന്റെ ഈ സംശയത്തിന് കാരണം ശ്രീ പന്തളം സുധാകരൻ, ഞാനത് താത്വികമായി ഏത് നിലക്കുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നറിയാൻ വേണ്ടി ചോദിച്ചതല്ല, മറിച്ച് അടിസ്ഥാന തലത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത്, താങ്കൾ ജീവിക്കുന്ന തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? താങ്കളുടെ സ്വന്തം സ്ഥലമായ പത്തനംതിട്ടയിൽ എന്താണ് അവസ്ഥ? ഇവിടങ്ങളിലൊക്കെ BJP ഒരു ഫോഴ്സാണ് എന്ന് മാധ്യമങ്ങളും സർവേക്കാരും ഒക്കെ പറയുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുകയാണല്ലോ, താങ്കളും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫോർവേഡ് ബ്ലോക്കും ഒരു ഫോഴ്സാണ്. കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെതായ ഫോഴ്സാണ്, BJP ഫോഴ്സാണ് എന്ന്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ കൂടുതൽ BJPയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. പക്ഷെ ആ സാന്നിധ്യം ഒട്ടും UDF ഭയപ്പെടുത്തുന്നില്ല. തിരുവനന്തപുരത്തായാലും പത്തനംതിട്ടയായാലും ഈ 2 സ്ഥലവും നേരിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളാണ് ഞാൻ. കാരണം BJP ശ്രമിക്കുന്നത് ശബരിമലയുടെ പേരിൽ വിശ്വാസികളെ നിലനിർത്തുന്ന, വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങളാണ് ഇത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തി വോട്ട് നേടാനുള്ള ശ്രമമാണ്. പക്ഷെ അത് പൊളിച്ചടുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഈ 2 ദിവസം മുമ്പ് 16-ാം തീയതി രാഹുൽ ഗാന്ധി
പത്തനംതിട്ടയും പത്തനാപുരത്തും തിരുവനന്തപുരത്തേക്ക് വന്നതോടുകൂടി ചിത്രം പരിപൂർണമായി മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്കലാപ്പുള്ളത് BJP-യുടെയും CPM-ന്റെയാണ്. കാര്യം അവര് തമ്മിലാണ് ഇപ്പോൾ മത്സരം. 1ാം സ്ഥാനത്തിന് വേണ്ടിയല്ല, 2ാം സ്ഥാനത്തിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. കാരണം മോഡിയിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ള അജണ്ടയാണ് ഞങ്ങളുടേത്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഒരിക്കലും വിഭാഗത്തോടെയല്ല, മോഡി വർഗീയ വിഷം ചീറ്റി ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഡിവൈഡ് ആൻഡ് ശരി. ഞാൻ അങ്ങയിലേക്ക് വരാൻ ദയവായി തുടരണം. ഷെയ്ൻ മാധവൻകുട്ടി നേരത്തെ പറഞ്ഞ ശ്രീ റംഷാദ് പറഞ്ഞ ഒരു ഘടകം, അതായത് BJP-യുടെ പ്രസൻസിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ഹൈപ്പ് ഇക്കാര്യത്തിലുണ്ടോ? ഞാനിപ്പോൾ പറയട്ടെ, ഇനി 3ാം സ്ഥാനത്ത് കുമ്മനം വന്നാലും സുരേന്ദ്രൻ 3ാം സ്ഥാനത്ത് വന്നാലും ഒരു ഇടതുപക്ഷ അനഭാവിയെ സംബന്ധിച്ചിടത്തോളം അതല്ല പ്രധാനം. 13% വോട്ട് മാത്രം ഉള്ള BJP RSS കേരളത്തിൽ 1% കൂട്ടുകൂടിയാൽ നാം ലജ്ജിക്കേണ്ടതാണ്. അതാണ് എൻ്റെ വ്യത്യാസം. അല്ലാതെ ഈ സീറ്റ് ജയിക്കുമോ, കുമ്മനം ജയിക്കുമോ, അതെങ്കിലും നമ്മുടെ ജോലി അതല്ല. ഒരു സ്റ്റുഡിയോയിൽ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പ്രത്യാഘാതം? ഒരു കാര്യം വ്യക്തമാണ്, BJP പൂർവാധികം ശക്തിയോടുകൂടി മത്സര രംഗത്തുണ്ട്. അവർക്ക് ധനവും റിസോഴ്സസും പ്രചരണവും എല്ലാം കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ ശക്തമാണ്. അവരുടെ സാന്നിധ്യം ഞാൻ പത്തനംതിട്ട വീണ ജോർജ് പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ പോയിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് പോവുകയാണ്. തീർച്ചയായും എനിക്ക് കിട്ടുന്ന, ഞാൻ 10-30 വർഷം കേരളത്തിൽ പത്രപ്രവർത്തനം നടത്തിയ ആളാണ്. BJP-യുടെ ഉയർച്ചയും താഴ്ചയും കണ്ടിട്ടുള്ള ആളാണ്. ഇത്തരത്തിലുള്ള ഈ മലയാളം വാരികയിൽ പറയുന്ന ഈ വ്യക്തിപ്രഭാവം കുറഞ്ഞതുകൊണ്ട് വോട്ട് കുറയുമെന്നുള്ള ചിത്രമല്ല. ശക്തമായ ത്രികോണ മത്സരമാണ് പല സ്ഥലത്തും നടക്കുന്നത്. RSS BJP അതിൻ്റെ അവസാന ശ്രമത്തിലും 2ാം സ്ഥാനത്തോ കഴിയുമെങ്കിൽ 1ാം സ്ഥാനത്തോ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടവുപരമായ കാര്യങ്ങളിൽ സുധാകരനെ പോലെയോ, അദ്ദേഹം BJP-യുടെ പ്രതിനിധിയാണ്, അവർക്ക് 1ാം സ്ഥാനത്ത് ഞങ്ങൾ വരുമെന്ന് പറയുന്നത് പ്രേക്ഷകരെ കബളിപ്പിക്കലാണ്. പക്ഷേ നിഷ്പക്ഷമായി, ഇവിടെയാണ് നിഷ്പക്ഷപാത പ്രവർത്തനം വേണ്ടത്. BJP RSS കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വെല്ലുവിളിയായി ഉയർന്നിരിക്കുന്നു. അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതിനനുസരിച്ച് കേരളത്തിലെ മതനിരപേക്ഷ സാംസ്കാരിക ലോകത്തിൻ്റെ ഭാവി നിലനിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം RSS-ന്റെ ഭാഷയിൽ ഇത് ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ ഒരു കുരുക്ഷേത്രമാണ്. ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് BJP-ക്ക് കുറച്ച് നേടിക്കൊടുത്ത് അവരെ കേരളത്തിൽ നിന്നിരുന്ന അരുകുവൽക്കരിക്കപ്പെട്ട 10-13% നിർത്തുക എന്നുള്ളതാണ് മതനിരപേക്ഷ ഉത്തരവാദിത്വം. അല്ലാതെ കുമ്മനം ജയിക്കുമോ, ഇവിടെ 1.5 കിട്ടുമോ, പാലക്കാട് ഹൈപ്പ്, അതല്ല. ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു മലയാളിക്ക് തോന്നേണ്ടത് RSS BJP-യെ അരുകുവൽക്കരിക്കുന്ന ഏക സംസ്ഥാനമായി കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുമോ? ശരി, അല്ല അത് തുടരുമോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. ശ്രീ പ്രസീദ്, ഇവിടെ ട്രൂത്ത് വേഴ്സസ് ഹൈപ്പ് എന്നുള്ളത് ആലോചിച്ചാൽ ഈ മാധ്യമങ്ങളാകട്ടെ, സർവേ നടത്തുന്ന ഏജൻസികളാകട്ടെ, ദേശീയ മുഖ്യധാരയിൽ BJP-യാണ് മുഖ്യകക്ഷി. യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ അർഹിക്കാത്ത ഒരു പ്രസക്തി, ഒരു പ്രസൻസ്, ഒരു സാധ്യത ഇതൊക്കെ കൽപ്പിച്ച് നൽകുന്നത് കൊണ്ടാണോ BJP-യുടെ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്? സാറിന് BJP-യും RSS-ന്റെയും കേരളത്തിലെ വളർച്ചയിൽ ലജ്ജിക്കാനാണെങ്കിൽ ഇപ്പം തന്നെ ഒരുപാടധികം ലജ്ജിക്കാനുണ്ട്. മെയ് 23 ശേഷം ലജ്ജിച്ച് ഇവിടെ വിട്ടു പോകേണ്ട അവസ്ഥയായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അത് മെയ് 23 BJP-യുടെ വളർച്ചയിൽ ലജ്ജ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അങ്ങേക്ക് ലജ്ജിക്കാം. അതിനാരും തടസ്സപ്പെടുന്നില്ല. പന്തളം സുധാകരനോട് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ CPM-ഉം കോൺഗ്രസും ജനങ്ങൾ വിഡ്ഢികളല്ല. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ്. അവർക്ക് അറിയാം കൃത്യമായി തന്നെ ഇവിടെ ഇടതും വലതും 2 പേരായിട്ട് മത്സരിക്കും. തൊട്ടപ്പുറത്ത് കോയമ്പത്തൂരിലും തമിഴ്നാട്ടിലും ഇവർ ഒരുമിച്ചാണ്. രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണെന്നുള്ള കൃത്യമായ ബോധം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് BJP-ക്കെതിരെ മറ്റുള്ളവർ മത്സരിക്കുന്നു എന്നുള്ള ദേശീയ തലത്തിലുള്ള ചിത്രം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അത് പന്തളം സുധാകരൻ അദ്ദേഹം മനസ്സിലാക്കണം. നേരത്തെ ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ശ്രീ ലാൽകുമാർ അതുപോലെ തന്നെ സമകാലിക മലയാളത്തിൻ്റെ റിപ്പോർട്ടറും സംസാരിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1987 ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തെത്തിയതാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അല്ല ശ്രീ കുമ്മനം രാജശേഖരൻ അതുപോലെ ശബരിമല വിഷയത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ശബരിമല വിഷയങ്ങൾക്കും വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങളായി ശബരിമല വിഷയത്തിൽ വളരെ തിരുവനന്തപുരത്ത് കാണാത്ത രീതിയിലുള്ള തരംഗം. ഞാനൊരു ഉദാഹരണം പറയാം. 2004 O രാജഗോപാലിന് 2,30,000 വോട്ട് കിട്ടുന്നു. തൊട്ടടുത്ത വർഷം 2005 മുതലുള്ള കൺസിസ്റ്റന്റ് ആയ വളർച്ചയില്ല. അത് അങ്ങോട്ടും കൃത്യമായി ഒരു നിലപാടെടുത്ത്
RSS BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്ര വ്യക്തമായി ഈ എനിക്ക് പറയാനുള്ളത് ഇവിടെ ലാൽകുമാർ സൂചിപ്പിച്ചതും അതുപോലെ തന്നെ സമകാലിക മലയാളത്തിന്റെ എഡിറ്റർ സൂചിപ്പിച്ചതും വളരെ തെറ്റാണ്. വളരെയധികം സ്വാധീനം പ്രവർത്തകർക്കിടയിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ആറന്മുള സമരത്തിന് ശേഷം. അതുപോലെ കാലങ്ങളായിട്ട് അയ്യപ്പ സേവാ സംഘത്തിലൂടെയും അതുപോലെ പ്രവർത്തിക്കുന്ന ശ്രീ കുമ്മനം രാജശേഖരന് വളരെ വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട്. മറ്റ് ആരെക്കാളും തന്നെ തിരുവനന്തപുരത്ത് തരംഗം സൃഷ്ടിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ എന്നുള്ള തിരുവനന്തപുരത്ത് ജനങ്ങൾക്കറിയാം. അത് മെയ് 23 നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഇവിടെ ലാൽകുമാർ അദ്ദേഹം ആരാണെന്ന് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അയാൾ ആരാണെങ്കിലും തന്നെ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ ജയിക്കില്ല എന്ന് റിപ്പോർട്ടർ ചാനലിന്റെ ഈ വേദിയിൽ വന്നിരുന്ന് പറയാൻ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. അത് ദയവ് ചെയ്ത് അദ്ദേഹം പിൻവലിച്ചേ സാധിക്കുള്ളൂ. അനാലിസിസ് എന്ന് പറയുന്നത് വിധി എഴുതുകയല്ല. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ ജയിക്കില്ല, ജയിക്കില്ല എന്ന് പറയാൻ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ജയിക്കില്ല എന്ന് പറയാൻ അദ്ദേഹം ഒരു ദൈവമൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെയാണ് ജയിക്കില്ല എന്ന് പറയാൻ എന്ത് ക്രെഡിബിൾ ഡാറ്റയുടെ പേരിലാണ് ജയിക്കില്ല എന്ന് ഒരു ചാനൽ ചർച്ച വന്നിരുന്ന് പറഞ്ഞാൽ അദ്ദേഹം പിൻവലിക്കണം. അഭിപ്രായമാണല്ലോ. അല്ലല്ല, ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന നിലയ്ക്ക് ജയിക്കില്ല എന്നുള്ളൊരു കാൻഡിഡേറ്റ് ജയിക്കില്ല എന്നുള്ള തുറസായി ജനങ്ങളോട് പറയാൻ സാധിക്കില്ല. അതിന് റിപ്പോർട്ടർ ചാനൽ അതിനൊരു പ്ലാറ്റ്ഫോം അനുവദിച്ചു കൊടുക്കരുത്. അത് ഒരു രാഷ്ട്രീയ നിരീക്ഷണം ചെയ്യേണ്ട പണിയല്ല. അതാണ് താങ്കളുടെ അതിലുള്ള എതിരഭിപ്രായം. ശ്രീ ലാൽകുമാർ, എൻ്റെ പ്രാഥമികമായ ചോദ്യം BJPയുടെ സാന്നിധ്യത്തെ അമിതമായി പൊലിപ്പിച്ച് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ അത്ര കണ്ട് പറയാൻ കഴിയില്ലെങ്കിലും മറ്റിടത്ത് ഈ പറഞ്ഞതുമാതിരി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1-2% വോട്ട് കൂടാം. പക്ഷേ അവർ കേരളത്തിലൊരു ലോക്സഭാ സീറ്റ് വിജയിക്കുന്ന മട്ടിലുള്ള ഒരു ശക്തിയാണ് എന്ന് കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തുന്നത്, അങ്ങനെ സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ ഉള്ള യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതാണോ? ശക്തമായിട്ടുള്ള പ്രകടനങ്ങൾ നടക്കുന്നത്. അല്ല, എൻ്റെ സുഹൃത്ത് ജയിക്കില്ലെന്ന് പറയാൻ നിങ്ങൾ ആരുമല്ല. അദ്ദേഹം പറയട്ടെ. അഭിലാഷെ, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടില്ല എന്നുള്ള ധാരണയിലാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഞാൻ അടിയുറപ്പിച്ച് ഒന്നുകൂടെ പറയട്ടെ, ജയിക്കില്ല. കാര്യം സുരേന്ദ്രന്റെ കാര്യമാണ് ഞാൻ ഉള്ള ജനാധിപത്യ കുമ്മനം രാജശേഖരൻ ജയിക്കും എന്ന് പറയൂ. ആയിക്കോട്ടെ, നിഷ്പക്ഷമായ ഒരു അഭിപ്രായം ഒരാളുടെ അഭിപ്രായം അദ്ദേഹം ഇടതുപക്ഷക്കാരനായിരിക്കട്ടെ. അദ്ദേഹം അദ്ദേഹത്തെ പറയാൻ അനുവദിക്കൂ. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായവും കാഴ്ചപ്പാടും ഉണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ നിഷ്പക്ഷത. താങ്കളാണോ അയാൾക്ക് അഭിപ്രായം പറയാനുള്ള കാര്യങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത്? അങ്ങനെയല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. പാർട്ടിയുടെയാണ് ഒരു സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് തുറസായ ഒരു സ്ഥലത്തൊരു അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ സാർ? അതിനെന്താണ്? താങ്കൾ നിശബ്ദനാകൂ. അദ്ദേഹം പറയട്ടെ. ശ്രീലാൽ കുമാർ, താങ്കൾ പറയൂ. എന്ത് ക്രെഡിബിൾ ഡാറ്റ അദ്ദേഹം പറയട്ടെ. അഭിലാഷേ, ഒരു വ്യക്തി ജയിക്കും എന്ന് പറയാൻ പറ്റുമെങ്കിൽ മറ്റൊരാൾ ജയിക്കില്ല എന്ന് പറയാനും പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ, ജയിക്കില്ല എന്ന് എന്റെ അഭിപ്രായമാണ്. അതാരും തിരുത്താനൊന്നും ആരും വരണ്ട. എനിക്ക് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ഇവിടെ ജീവിക്കാനുള്ള ധാരണയുണ്ട്. താങ്കൾ ഞാൻ ഇടതുപക്ഷമോ വലത്തുപക്ഷമോ പച്ചപക്ഷമോ എന്തൊരായിക്കോട്ടെ, നിങ്ങളത് പറയണ്ട. നിങ്ങൾ ഇവിടെ വന്ന് വിടുപണി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും നേതാവിന്റെ എന്തെങ്കിലും വാങ്ങിച്ചു വീട്ടിൽ പോയി വിടുപണി ചെയ്യുക. അതോ ഇദ്ദേഹമാണോ ചർച്ച നടത്തുന്നത്? ഈ ചർച്ചയുടെ ഡെക്കോറം പാലിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പ്ലീസ് കീപ് ക്വയറ്റ്. പറയൂ ശ്രീലാൽ കുമാർ പറയൂ. അഭിലാഷാണ് ചർച്ച നിയന്ത്രിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയുടെ റെപ്രസെന്റേറ്റീവ് ആണ് ഇവിടെ ചർച്ച നിയന്ത്രിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ വിളിച്ചപ്പോൾ അഭിലാഷ് അങ്ങനെ അല്ല പറഞ്ഞത്. ഞാൻ തന്നെയാണ് ചർച്ച നിയന്ത്രിക്കുന്നത്. ഇതൊരു ഓപ്പൺ ചർച്ചയാണെന്ന് താങ്കൾക്ക് അറിയാം. അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി താങ്കൾക്ക് പറയാനുള്ള അവസരമാണ്. താങ്കളുടെ അഭിപ്രായം പറയാം.
അപ്പൊ എൻ്റെ അടുക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടിരുന്നും കൂടെ പറയണം. ഞാൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരിക്കലും ഇടപെട്ടില്ല. എൻ്റെ അടിയുറച്ച അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് കണ്ട കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ സർവേ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞത്. കുമ്മനം രാജശേഖരന്റെ വിഷയം വന്നപ്പോൾ ഞാൻ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്, അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പത്തനംതിട്ട വിഷയത്തിലേക്ക് വന്നപ്പോൾ അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോകും. കാര്യം ഇതുവരെ 2-ാം സ്ഥാനത്തേക്ക് വന്ന ഒരു ചരിത്രം സ്വതന്ത്ര ഭാരതത്തിൽ പത്തനംതിട്ടയിൽ BJP 2-ാം സ്ഥാനത്ത് വന്നൊരു ചരിത്രമില്ല. പക്ഷെ തിരുവനന്തപുരത്ത് BJP 2-ാം സ്ഥാനത്ത് വന്ന ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വസ്തുതാപരമായിട്ടാണ്. അപ്പം ഞാൻ ആ നാട്ടുകാരനാണ്, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്ന ആളാണ്, ജനങ്ങളുമായിട്ട് കാണുന്ന ആളാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല, അദ്ദേഹം പറയുന്നത് പോലെ മാത്രം അദ്ദേഹത്തിന് ഒരാൾ ജയിക്കുമെന്ന് പറയാൻ കഴിയുമെങ്കിൽ ഒരാൾ ജയിക്കില്ല എന്ന് പറയാനുള്ള ജനാധിപത്യ ബോധവും ജനാധിപത്യ സ്വാതന്ത്ര്യവും എനിക്കുണ്ടെന്നുള്ളത് അവിടെ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. അവർക്കത് കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് ഈ അസഹിഷ്ണുത എന്ന് പറഞ്ഞത്. അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. അദ്ദേഹം ജയിക്കും എന്ന് പറയുന്നു ആ വിശ്വാസത്തോടു കൂടിയല്ല അദ്ദേഹം വന്നിരുന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ജയിക്കണം എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് ഇരിക്കട്ടെ. തോക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്, തോക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. സാധാരണഗതിയിൽ ഇന്ത്യൻ ഏറ്റവും കൂടുതൽ ഫണ്ട് ഞാൻ ഇലക്ട്രൽ സിസ്റ്റത്തിലേക്ക് വന്നാൽ പൊതുവെ സംഭവിക്കുന്ന എന്താണ്? ഏറ്റവും കൂടുതൽ പണം ഞാൻ നിഷ്പക്ഷനല്ല എന്ന് നിങ്ങൾ കണക്കിലെടുത്തോന്നേ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിഷ്പക്ഷനല്ല, വിട്ടേര്. ലീവ് ദാറ്റ് ഹെഡേക്ക് ടു മീ. താങ്കൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നേ? വിശ്വാസം രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. നിങ്ങളൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനോ ഇടതുപക്ഷ പ്രവർത്തകനോ പറയുന്നത് അവിടുത്തെ സർവേ റിപ്പോർട്ടായിട്ടോ ഡാറ്റ ആയിട്ടോ ഒന്നും നിങ്ങൾ അവതരിപ്പിക്കേണ്ട. നിങ്ങളൊരു ഇടതുപക്ഷക്കാരൻ ഇടതുപക്ഷക്കാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവൻ. നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് വിരോധമില്ല. നിങ്ങൾ ഇടതുപക്ഷക്കാരൻ പറഞ്ഞോളൂ. നിങ്ങൾ തെരുവിൽ വീട്ടിൽ ജനങ്ങളോട് പോയി പറഞ്ഞോളൂ, വിരോധമില്ല. നിങ്ങൾ ഇടതുപക്ഷക്കാരനായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ നിഷ്പക്ഷനായി വന്നിരുന്ന് പറയണ്ട. നിഷ്പക്ഷനായിട്ട് ഇവിടെ വന്നിരുന്ന് പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ നിലപാടാണ്. ഇതിനെന്താ പ്രശ്നം? പറയൂ. നിങ്ങൾ അഭിലാഷേ, ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ നിഷ്പക്ഷ ലാൽകുമാർ എന്ന് പറഞ്ഞല്ല വന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. എനിക്ക് രാഷ്ട്രീയമുണ്ട്, എന്റെ രാഷ്ട്രീയ ബോധമുണ്ട്. അത് അഭിലാഷിന് കൃത്യമായി അറിയാം. ഞാൻ ഈ നിങ്ങൾ ആരേലും ഇദ്ദേഹത്തിനെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ അഭിലാഷേ? ഞാൻ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ആദ്യം അഭിലാഷ് പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ഇല്ല, പറയൂ. ഇതിപ്പോ ഇടതുപക്ഷക്കാരനാണോ വലതുപക്ഷക്കാരനാണോ മധ്യപക്ഷക്കാരനാണോ താങ്കളുടെ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അദ്ദേഹം ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ അത് അക്നോളജ് ചെയ്യാൻ ശരിയാണ്. അദ്ദേഹം ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നു പറയാം. അങ്ങനെയല്ല, ഇതിപ്പോ ഒരു സ്വതന്ത്ര പ്രവർത്തകൻ ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ദയവായി തയ്യാറാണ്. തീർച്ചയായും ആര് ജയിക്കുമെന്നുള്ള തർക്കത്തിലല്ലോ ഒരാളുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാൻ അദ്ദേഹം പ്രവർത്തിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, CPM-ഓ കോൺഗ്രസോ BJP-യോ അല്ലാത്ത ഒരാൾക്ക് ഇവിടെ അഭിപ്രായം പറയാൻ കഴിയില്ലേ? ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കേരളത്തിലെ വോട്ട് ചെയ്യാൻ അവകാശമുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ അവകാശമുണ്ട്, അവരുടെ അഭിപ്രായമുണ്ട്. അത് പറയും. അല്ലാതെ കോൺഗ്രസുകാർക്കും BJP-ക്കാർക്കും CPM-കാർക്കും മാത്രമല്ലോ അഭിപ്രായ അവകാശമുള്ളത്. എല്ലാ ഇൻഡിവിജ്വൽസിനും ഉള്ളതാണ്. അത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ ഇടതുപക്ഷക്കാരൻ പറഞ്ഞോട്ടെ. ലാൽകുമാർ ഡിവൈഎഫ്ഐക്കാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ പറഞ്ഞോട്ടെ. ഡിവൈഎഫ്ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഒന്നും ഞാനൊരു പാർട്ടിയുടെ മെമ്പർ അല്ല, ഞാൻ ഇടതുപക്ഷ വിശ്വാസിയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഇവിടെ വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചു. ഏത് പാർട്ടിയുടെ മെമ്പർ ആണെന്നോ അല്ലെങ്കിൽ അനുഭവമാണെന്നോ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടെ അതിന് രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ശരി, അതിൽ സ്വതന്ത്രമായ വ്യക്തിത്വങ്ങൾക്ക് അഭിപ്രായം പറയാം. ഞാൻ ഈ ചർച്ചയിലേക്ക് രണ്ടുപേരിലേക്ക് വരാം. അതിന് മുൻപ് ശ്രീ പന്തളം സുധാകരൻ ഇപ്പൊ പറഞ്ഞല്ലോ BJP-യും CPM-ഉം 2-ാം സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുകയാണ് എന്ന്. BJP എവിടെങ്കിലും 2-ാം സ്ഥാനത്ത് വരുമോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? എന്റെ വിലയിരുത്തലല്ല നടക്കാൻ പോകുന്നത്. 23-ാം തീയതി പോളിംഗ് കഴിയുമ്പോൾ, മെയ് 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ
തിരുവനന്തപുരത്തും പത്തനംതിട്ടയും UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കും. അല്ല ഞാൻ ആരെയും തള്ളി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല കോൺഗ്രസിന്റെ നയം എന്ന് പറയുന്നത് BJP പറയുന്നത് പോലെ കോൺഗ്രസ് മുക്ത ഭാരത് എന്നുള്ളതല്ല. ശ്രീ പിണറായി വിജയൻ പറയുന്ന പോലെ കോൺഗ്രസ് മുക്ത കേരള അല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ഒരുപോലെ ഒന്നിച്ചു കൊണ്ടുപോകണം എന്ന അഭിപ്രായം തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ഒരു അതാണ് കോൺഗ്രസിന്റെ സംസ്കാരം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം നിലനിൽക്കണോ, ജനാധിപത്യ ഗവൺമെന്റ് നിലനിൽക്കണോ എന്നുള്ളതിന്റെ ഒരു ചോദ്യം കൂടി ആയതുകൊണ്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന പരസ്യത്തോടു കൂടി കോടികൾ ചെലവഴിച്ചൊരു തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയക്കാരാണ്. ആ തെരഞ്ഞെടുപ്പിലൂടെയാണ് ശ്രീ മൻമോഹൻ സിംഗിന്റെ UPA ഒന്നാം ഗവൺമെന്റ് വന്നത്. അതുകൊണ്ട് ഇപ്പോ കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അഴിമതിയുടെ അങ്ങേയറ്റം കൊടുമുടി കയറിയ ഈ ഗവൺമെന്റിന് തീർച്ചയായും ഈ പണം വിനിയോഗിച്ച് ജനങ്ങളിൽ പരിഭ്രമം സൃഷ്ടിക്കാൻ കഴിയും. കാര്യം BJP സുഹൃത്തുക്കളും നേതാക്കന്മാരും ഒക്കെ ആഹ്ലാദത്തിലാണ്. അത്രമാത്രം പണമാണ്. പിണറായി സർക്കാരും ഒട്ടും മോശമല്ല. പക്ഷെ ഈ പണത്തിന് അതീതമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ വർഗീയതയുടെ പേരിൽ ചിന്തിപ്പിക്കുന്നു, ജനങ്ങളെ മതത്തിന്റെ പേരിൽ ചിന്തിപ്പിക്കുന്നു, പിന്നെ വാഗ്ദാന ലംഘനങ്ങൾക്കുള്ള ഈ ശബരിമലയോട് പറയുന്നില്ല BJP 96 മുതൽ BJPയുടെ എല്ലാ പ്രകടന പത്രികയിലും അയോധ്യയിൽ രാമശേഷം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ശ്രീ പന്തളം സുധാകരൻ. ശ്രീ PS റംഷാദ്, നേരത്തെ ഞാൻ എൻ്റെ ചോദ്യത്തിൽ BJPയുടെ സാന്നിധ്യത്തെ അമിതമായി കാണിക്കുന്നതിനെ അതല്ലെങ്കിൽ അതിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേമാതിരി തന്നെ BJPയുടെ പ്രസൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ലല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ള ഒരു വിഷയത്തെ കാണാതെ പോകലാവില്ലേ അത്? ആ ഒരു റിസ്ക് കൂടി താങ്കളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ അനാലിസിസ് ഏറ്റെടുക്കേണ്ടേ? അല്ല, അഭിലാഷ്, BJPയുടെ സാന്നിധ്യത്തെ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ തന്നെ കാണേണ്ടതില്ലേ? ഉദാഹരണം മാധവൻകുട്ടി സാർ അവിടെ ഉണ്ട്. മാധവൻകുട്ടി സാർ പറഞ്ഞൊരു കാര്യം, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണോ സംഘപരിവാറിന്റെയും BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെയും അപകടത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സംഘപരിവാറിന്റെ അക്രമോത്സവ വർഗീയ രാഷ്ട്രീയത്തിന്റെ എല്ലാ ഭീതികളെയും കേട്ടോ അഭിലാഷ്? കേൾക്കാം. എല്ലാ കുഴപ്പങ്ങളെയും അതിന്റെ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എലിമെന്റുകളെയും നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ അവരുടെ രാഷ്ട്രീയമായ സാന്നിധ്യം എത്രത്തോളമാണ്, അവർക്കൊരു ചെലുത്താൻ കഴിയുന്ന രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളമാണ്? ഈ കാര്യത്തിൽ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കും. അതാണ് പ്രശ്നം. അതായത് ഇപ്പൊ കണ്ടില്ലേ, റിപ്പോർട്ട് ടിവിയുടെ ചർച്ച തന്നെ കേരളീയ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി മാറി. അതായത് ആരെന്ത് പറയണമെന്ന് തീരുമാനിക്കുന്ന സംഘപരിവാർ പ്രതിനിധിയായ ആണ് എന്ന അവസ്ഥ വരാൻ പാടുണ്ടോ? ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ സാമൂഹ്യ അന്തരീക്ഷം എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതായത് ആര് ജയിക്കും, ആര് തോക്കും, ആര് രണ്ടാമത് വരും എന്ന് പറയേണ്ടത് ഓരോരുത്തരുടെ നിലപാടല്ലേ, അവരുടെ അനാലിസിസിന്റെ അടിസ്ഥാനത്തിലല്ലേ. അതിന് പകരം ഒരാൾ പറയും നിങ്ങൾ കുമ്മനം തോക്കുമെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വളരെ മോശമായ രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തിയിട്ട് അതാണ് ഈ ചർച്ചയുടെ പൊതു സ്വഭാവം വരുത്താൻ ശ്രമിക്കുന്നില്ലേ? ആ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ സംഘം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതല്ല കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിന്റെ പൊതുവായ അടിയൊഴുക്ക്. അതല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ മതേതര ശക്തികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ ശക്തികളും ആണ് കേരളത്തിന്റെ സാമൂഹ്യ മനസ്സിനെ തീരുമാനിക്കുന്നത്. സംഘപരിവാർ ഞങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മൈനോറിറ്റിയാണ്. കേരളത്തിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയ സാന്നിധ്യത്തെക്കുറിച്ച് അവർ പെരുപ്പിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം ഓടാൻ നമ്മൾ മാധ്യമപ്രവർത്തകരും സാമൂഹ്യ നിരീക്ഷകരും രാഷ്ട്രീയ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഒരുങ്ങുമ്പോൾ അതിൽ വിജയിക്കുന്ന അവരാണ്. അവരാഗ്രഹിക്കുന്ന അതാണ്. ആ ആഗ്രഹത്തിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് നിങ്ങൾ വലിയ സംഭവമായിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ കുഞ്ഞാടുകളാണ്, നിങ്ങൾ രണ്ടാമെത്താൻ പോകുന്നു, നിങ്ങളാണ് ഇവിടെ ജയപരാജയം നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്ന മണ്ടത്തരത്തിന് കേരള സമൂഹം കൂട്ടുനിൽക്കില്ല. അതാണ് പ്രശ്നം. ശരി, ഞാൻ ആ പോയിന്റിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് തിരിച്ചു വരാം. ദയവായി തുടരണം. അതൊരു വാലിഡ് പോയിന്റ് അല്ലേ ശ്രീ മാധവൻകുട്ടി? ഇപ്പോൾ താങ്കൾ പത്തനംതിട്ടയിൽ പോയതാണല്ലോ. വീണ ജോർജിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ പോയത്, ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ. അല്ല, ഓക്കെ, ഫൈൻ. ശരി, അല്ല, എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ BJP എന്നുള്ളതൊരു വലിയ ശക്തിയാണ്. പത്തനംതിട്ടയിൽ അവർ 2ാം സ്ഥാനത്തോ ഒരു പക്ഷേ 1ാം സ്ഥാനത്തോ എത്തിയേക്കും എന്ന ഒരു പൊതുബോധം വളരെ ശക്തമാവുന്നത് ആ വോട്ടർമാർക്കിടയിൽ ശക്തമാവുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? അവിടെ അന്യഥാ വീണ ജോർജിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച
ഒരു BJP തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ പോലും 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആന്റോ ആന്റണിക്ക് ഒരു മുസ്ലിം ന്യൂനപക്ഷ ത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ എങ്ങനെയും BJP RSS തോക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ക്രോസ് വോട്ട് ചെയ്ത് ആന്റോ ആന്റണിയെ ജയിപ്പിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുറിയിലുള്ള ആന എന്നുള്ള കൺസെപ്റ്റ് വെച്ച് ഇത് വലിയ പ്രശ്നമാണ്, ഇത് വലിയൊരു ഭീമാകാരമായി കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്താണ്? അങ്ങനെയല്ല താങ്കൾ പറയുന്നത്. ഇപ്പോൾ മറ്റേ മലയാളം വാരികയിലെ സുഹൃത്ത് പറയുന്നതും പോലെ നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കില്ല, അതാണ് എൻ്റെ. അല്ലാതെ തോൽക്കും RSS എന്ന് പറയുന്നതുകൊണ്ട് RSS തോൽക്കില്ല. താങ്കൾ പറയുന്ന രീതിയിൽ ജയിക്കുന്ന കക്ഷിയായതുകൊണ്ട് സുരേന്ദ്രന് വോട്ട് മറിക്കുന്ന ഒരു ഇടതുപക്ഷ വോട്ട് ബാങ്ക് കേരളത്തിലില്ല. ഇടതുപക്ഷ വോട്ട് ബാങ്ക് വേണ്ടതില്ല. ഇതിപ്പോ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ നിയതമായ വോട്ട് ബാങ്കിന്റെ സാധ്യത പരിമിതമല്ലേ? കൃത്യമായിട്ട് കാര്യം പറയാം. വീണ ജോർജിന് കൂടുതൽ വോട്ടുകൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നത് അതാണ് മാധ്യമപ്രവർത്തനം. ഇതുവരെ ഈരാറ്റുപേട്ട മുതൽ പല പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ കിടന്നിരുന്ന PC ജോർജിൻ്റെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്ന SDPI എന്നുള്ള തീവ്രവാദ സംഘടന ഉൾപ്പെടെയുള്ള മുസ്ലിം വോട്ടുകൾ വീണ ജോർജിന് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിരവധി അവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ ജോർജിന് 20% വോട്ട്, സുരേന്ദ്രൻ 29% വോട്ട്, മറ്റേ ആന്റോ ആന്റണി 30% വോട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം തോക്കുന്ന വീണയ്ക്ക് ചെയ്യണ്ടേ? താങ്കൾ എന്നെ CPM-നെ വിജയിപ്പിക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന ആളെ കാണരുത്. എനിക്ക് യാഥാർത്ഥ്യം പറയണം. അതാണ് എന്റെ CPM-നോടുള്ള അതാണ് CPM-നോടുള്ള ഉത്തരവാദിത്വം. നുണ പറയാതിരിക്കുക എന്നുള്ളതാണ്. CPM-നോടുള്ള എന്റെ ഉത്തരവാദിത്വം പാർട്ടിയോട് നുണ പറയാതിരിക്കുക. ആ നുണ പറയാതിരിക്കുന്നതിന്റെ ഭാഗമാണ്. ഉത്തരവാദിത്വം പാർട്ടിയോട് എന്തിനാണ്? വീണ ജോർജ് ജയിക്കോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരേ അഭിപ്രായം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ അഭിപ്രായം പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കടപ്പാട് പാർട്ടിയോട് കടപ്പാടല്ല, പാർട്ടിയോട് അനുഭാവം. നിങ്ങൾക്ക് ഈ ഷെയ്ഡുകളൊന്നും മനസ്സിലാവില്ല സുഹൃത്തെ. RSS-ന് ഒരു ഷെയ്ഡ് മനസ്സിലാവില്ല. സ്വതന്ത്ര വ്യക്തിത്വത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പാർട്ടിയോട് ഉപകാരം എന്ത് ഉപകാരം? നിങ്ങൾ എന്ത് കണ്ടു ഉപകാരം? ഞാൻ എന്തിനു ഉപകാരം എനിക്ക് ചെയ്യണം പാർട്ടിയോട്? താങ്കൾക്ക് വ്യക്തിപരമായ അതിക്രമം നടത്തി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോ വ്യക്തിപരമായ ഉപകാരം പാർട്ടിയോട് കടപ്പാടുണ്ട്. എന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ അല്ലാതെ തന്റെ ഉപകാരമല്ല എനിക്ക് വേണ്ട. പാർട്ടിയുടെ എന്ത് ഉപകാരം കിട്ടിയെന്ന താങ്കൾക്കുള്ള തെളിവ്? എന്ത് ഉപകാരം കിട്ടിയെന്ന് പറയാം. ഇദ്ദേഹം താൻ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം നിനക്ക് ഉപകാരം കിട്ടും. ഉപകാരത്തിനോ? എന്ത് ഉപകാരം പറയാൻ ധൈര്യമുണ്ടോ വിമർശകരുടെ മുമ്പിൽ? എനിക്ക് എന്റെ മൂല്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ, എന്റെ വളർച്ചയുടെ സ്വഭാവ രൂപീകരണം, ഇടതുപക്ഷ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ സാധിക്കാണ്ടല്ല. എന്താ പറയൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ടെങ്കിൽ മൂല്യങ്ങൾ എന്താണ്? നിങ്ങൾ പറഞ്ഞാണ് കടപ്പാട്. ഇവിടെ കടപ്പാടുണ്ട്. എന്റെ രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുള്ള കടമയെ കുറിച്ച് ഇവിടെ കടമയിൽ നിങ്ങൾക്ക് അഭിപ്രായമേ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത്ര ശതമാനം അത് നിങ്ങളുടെ രാഷ്ട്രീയ നിങ്ങളാണ് പാർട്ടി വക്താവായിട്ട് മാത്രം ചർച്ച ചെയ്യുമെങ്കിൽ അതിന് പോയി ഞാൻ പാർട്ടി വക്താവായിട്ടിരിക്കണം. അങ്ങനെ അവരോട് മാത്രം ചർച്ച ചെയ്യും. നിങ്ങളും പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് വക്താവായിരിക്കും. അതൊക്കെ ഞാൻ ചെയ്തോളാം. സാമാന്യ മലയാളത്തിൽ മനസ്സിലാക്കാൻ അറിയുമോ? രാഷ്ട്രീയ മൂല്യങ്ങൾ എന്താണെന്ന് അറിയുമോ? കടപ്പാടിന്റെ മൂല്യം രാഷ്ട്രീയമായി ഉണ്ടാവുന്നത് ഞാൻ ഉപയോഗിച്ചോ? കടപ്പാട് ഞാൻ ഉപയോഗിച്ചതല്ല. രാഷ്ട്രീയ മൂല്യങ്ങളുണ്ട്. അങ്ങനെ സംഭവം RSS-കാരന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ശരി പോട്ടെ. ശരി ആവട്ടെ. ശ്രീ ലാൽകുമാർ, നമ്മുടെ രാഷ്ട്രീയം ഏത് നിലയ്ക്കും ചലിക്കാം. ഈ തവണത്തെ തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഒരുപക്ഷെ 2014 ഞാൻ അതിലേക്ക് വരാം. ശ്രീ ലാൽകുമാർ, ഇതിൽ ഇത്രമേൽ കാലുഷ്യം ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ആ ഒരു രാഷ്ട്രീയത്തിന്റെ ഭൂമിക
ഒന്ന് സ്ലൈറ്റായിട്ട് ഇളകി മറിഞ്ഞതാണ്, പ്രത്യേകിച്ച് പോസ്റ്റ് ശബരിമല പീരീഡിൽ. അതുമായി ബന്ധപ്പെടുന്ന ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഇത്തവണ BJPയെ സംബന്ധിച്ച് കിട്ടില്ല എന്നാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർക്ക് BDJS എന്ന് പറയുന്ന ഒരു സഖ്യകക്ഷി വന്നു, അതൊരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് പ്രതീക്ഷിച്ചു. ഇവിടെ ശബരിമല എന്നുള്ളത് പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിഷയമായി BJP കാണുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, പത്തനംതിട്ടയിൽ വോട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ പക്ഷേ അങ്ങനെ യാതൊരു ആനുകൂല്യവും ഇത്തവണ BJPക്ക് കിട്ടില്ല എന്ന നിഗമനത്തിലാണോ താങ്കൾ? അങ്ങനെയാണെങ്കിൽ അതിന് കാരണം? തീർച്ചയായിട്ടും അതെ. നമ്മൾ ഒരു എക്സിറ്റ് പോൾ അല്ലല്ലോ അഭിലാഷെ നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ എത്രയോ പേരെ കാണുന്നതാണ്, ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവർ ഒപ്പീനിയൻ കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു വലിയ ചങ്ക് ഓഫ് പോപ്പുലേഷൻ ഇതിനെതിരെ പറയുന്ന ആൾക്കാരുണ്ട്. അഭിലാഷ് നേരത്തെ പറഞ്ഞൊരു ഒപ്പീനിയൻ വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നി. ഈ അൺസേർട്ടൺ ആയിട്ട് ഡെഫിനിറ്റ് അല്ലാതെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പം ഈ പത്തനംതിട്ടയിലെ കേസിൽ കോൺഗ്രസിലേക്ക് അടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പം വീണ ജോർജിന്റെ തോൽവിക്ക് വരെ കാരണമാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒബ്സർവേഷൻ കറക്റ്റാണ്. പക്ഷേ അത് അവിടെ അതുകൊണ്ടാണ് ഞാൻ ആ സർവേ അധാർമികമായി പോയി എന്ന് സൂചിപ്പിക്കേണ്ടതും വന്നത്. അപ്പം ഞാൻ കേൾക്കാമോ എന്നെ? കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എല്ലാം ശരിയാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്ത് പരമാവധി പണക്കൊഴുപ്പിന്റെ ഇലക്ഷൻ പ്രചരണം നടത്തുക. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ഞാൻ കുമ്മനം രാജശേഖരന്റെ കാര്യം പറഞ്ഞു. ഞാൻ പ്രധാനമന്ത്രി വാരണാസിയിൽ തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, തോക്കുമെന്ന് അടിവച്ച് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി തോക്കുമെന്ന് പറയാൻ പിന്നെ കുമ്മനം തോക്കുമെന്ന് പറയാനാണോ എനിക്ക് പേടി? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഫണ്ടിങ്ങിന്റെ പ്രപ്പോർഷനായിട്ട് നമുക്ക് ആ കൊഴുപ്പ് കാണിക്കാൻ പറ്റും. കാര്യം കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് അതെല്ലാം വോട്ടാകണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എത്രയോ പ്രാവശ്യം രാജേട്ടൻ 2ാം സ്ഥാനത്ത് വന്ന് പുറത്തു പോയ ആളാണ്. അദ്ദേഹം പിന്നെ നിയമത്തിൽ ജയിച്ചു. അത് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ആണ്, നമ്മൾ അക്നോളജ് ചെയ്യുന്ന കാര്യമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെയാണ്. അപ്പോഴും രാജേട്ടൻ തോക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നതും വാദിച്ചിരുന്ന ആളാണ് ഞാൻ. അതേ രീതിയിൽ ഈ പറയുന്ന ആൾക്കാർ പറയുന്ന രീതിയിൽ പറയണം എന്ന് പറയുന്നതിനകത്ത് എന്ത് രസമാണുള്ളത്. മാധവൻകുട്ടി സാറെ ലെഫ്റ്റിനോട് ലീൻ ചെയ്തിരിക്കുന്ന ഒരാളാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ആകാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. ഒരു കാര്യം കൂടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. നമുക്ക് സമയം അവസാനിച്ചു. വളരെ പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് BJPയും പ്രവർത്തകരും ജനങ്ങളുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യമായി ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടുകൾക്ക് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിൽ K. സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഞാനും അവിടെ പ്രവർത്തിക്കുന്നതാണ്. അതിനനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയും തൃശ്ശൂരും പാലക്കാടിലും BJP അപ്രതീക്ഷിത ജയം തന്നെ നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ഏതൊക്കെ അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനും അവരുടെ പാർട്ടി ജയിക്കും വിപണിക്കാർ പറഞ്ഞാലും നടക്കും. അതെ, ഇപ്പൊ RJD സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ജയിക്കാം എന്ന് അവകാശപ്പെടാം. മെയ് 23 നമുക്ക് കാണാം. എല്ലാ ജനങ്ങളും അഭിപ്രായമുണ്ട്. വേഗം പ്ലീസ്. മെയ് 23 നിഷ്പക്ഷനായി തന്നെ ഇവിടെ വന്നിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ താങ്കൾക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടിപ്പിച്ചാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ശരി BJP തെളിയിച്ചിരിക്കും. മെയ് 23 നമുക്ക് കാണാം. ഒന്നുകൂടി കാണാം ലാൽകുമാർ. അദ്ദേഹം ഇവിടെ നിഷ്പക്ഷനായി അന്ന് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഭിലാഷേ, എനിക്ക് ഇദ്ദേഹത്തിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം ജയിക്കും. അദ്ദേഹം പറയട്ടെ. ശരി, സമയം അവസാനിച്ച്. വേഗം പറയൂ ശ്രീ ലാൽകുമാർ, വേഗം പറയൂ. അദ്ദേഹം പറയട്ടെ. അഭിലാഷേ, ഇദ്ദേഹം ഇപ്പൊ ജയിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആഗ്രഹവും വിശ്വാസവുമാണ്. എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. സ്വതന്ത്രനായി വന്നിരുന്നു അവിടെ ശ്രീ പ്രസീദ്, എല്ലാ ജനങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം, എല്ലാ ജനങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം. ആരെങ്കിലുമൊക്കെ വീട്ടിൽ പറയണമെന്ന് കേരളത്തിൽ പറയാൻ കഴിയുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ചത്
ചോദിച്ചത്? അല്ല, വീട്ടിൽ അത് പറയാൻ രാഷ്ട്രീയം വേണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം, എന്റെ അഭിപ്രായം അല്ലല്ലോ. എന്തുതരം ചർച്ചയ്ക്കാണ് നിങ്ങൾ- മനസ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഉത്തരവാദിത്തപ്പെട്ട അല്ല, ഇതിൽ ആൾക്കാർ പറയാൻ. പൊതുമനസ്സൊന്നുമല്ല. അതല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഒരു എല്ലാവർക്കും credible ഉണ്ട്. data യുടെ information അഭിപ്രായ ഇല്ലാതെ സ്വാതന്ത്ര്യം തോന്നിയത് എല്ലാവർക്കും ഉണ്ട്. പറയാനുള്ള രീതിയല്ല അഭിപ്രായം പറയാൻ ഇത്തരം ചർച്ചകൾ. ഏതെങ്കിലും പാർട്ടിയുടെ ടിക്കറ്റോ പാർട്ടിയുടെ മെമ്പർഷിപ്പോ എടുക്കേണ്ട കാര്യമില്ല. വളരെ നന്ദി ശ്രീ മാധവൻകുട്ടി, ശ്രീ പ്രസീദ്, ശ്രീ ലാൽകുമാർ, ശ്രീ പന്തളം സുധാകരൻ, ഒപ്പം ശ്രീ PS റംഷാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.